ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. ഞാൻ വീട്ടിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. എങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞു According to ChatGPT, Kerala guys are the most handsome one. ഇവള് അങ്ങനെ എന്റെ എമിക്കുട്ടിയാണ് എന്നെ വിളിക്കാമെന്ന. എമി, ഹലോ, നിഹാവോ. അപ്പൊ എല്ലാവർക്കും ഹിജകിനുമാന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടോ? ഈ കാണുന്നത് എയർപോർട്ടിലോട്ടാണ്. കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ താരിഖ് ബ്രോ, അസ്സലാമു അലൈക്കും. കൈഫ ഹാല? എന്തുണ്ട് വിശേഷം? സോറി, ഹൗ ആർ യു? ഗുഡ് റൈറ്റ്? ആഫ്റ്റർ 2 years. എന്നെ 2 വർഷം മുമ്പ് 2 പ്രാവശ്യം 2 years before 2 times you hosted me. 2 വർഷങ്ങൾക്ക് മുമ്പ് 2 പ്രാവശ്യമാണ് ഞാൻ പുള്ളിക്കാരനോട് നിന്നത്. ആ ബന്ധം നമ്മളെപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ വല്ലപ്പോഴൊക്കെ മെസ്സേജ് അയക്കാം. അപ്പോൾ ഇപ്രാവശ്യം വന്നു, പുള്ളിയെ കണ്ടു, കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങി. രാവിലെ തന്നെ എയർപോർട്ടിൽ കൊണ്ടുപോകാക്കാണ്. ഞാൻ അസ്സലാമു അലൈക്കും എന്തൊക്കെയോ മലയാളത്തിലൊക്കെ പറഞ്ഞു ഉറക്കശീലമായിരിക്കുകയാണ് കേട്ടോ. ഉറങ്ങി ഇപ്പോഴും ബോധം വന്നിട്ടില്ല. നേരെ എണീച്ച് പല്ലിച്ച് ഇറങ്ങിയതാണ്, പക്ഷെ ബോധം ഇതുവരെയ്ക്കാണ് വന്നിട്ടില്ല. മോൻ കഴിയാലും ഇപ്പോൾ എയർപോർട്ടിൽ പോകുന്നു. ഞാനിപ്പോൾ പോകുന്നത് മോസ്കോയിലായിട്ടാണ്. എയർ ജോർദാൻ ഫ്ലൈറ്റ് കയറി ഇവിടുന്ന് ജോർദാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള അമ്മാനി പോയിട്ട് 1.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് അവിടെ നിന്ന് ഒരു 5.5 മണിക്കൂറുള്ള ഫ്ലൈറ്റ് എടുത്ത് റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലോട്ട് പോകും. അപ്പോൾ അതാണ് പ്ലാന്. ഫുള്ള് ഫ്ലൈറ്റ് എത്ര ഫ്ലൈറ്റാണ് ഞാൻ കയറുന്നതല്ലേ. അപ്പം മോസ്കോയിൽ പോകുന്നതിനൊക്കെ ഒരു ആവശ്യമുണ്ട്. രണ്ടുപേരെ സർപ്രൈസ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ എയർപോർട്ടിൻ്റെ A1 ടെർമിനലിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ A2, B1, B2 അങ്ങനെ കുറേ ഗേറ്റുകളുണ്ട്. ഇവിടുത്തെ ടെർമിനൽ അത്യാവശ്യം വലുതാണ് കേട്ടോ. നല്ല വലിയൊരു ടെർമിനൽ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ഉംറക്കാരും പാക്കേജൊക്കെ വന്ന് നല്ല തിരക്കാണ്. ഒരു ലോഡ് ക്യൂ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഉറക്കത്തിങ്ങനെ കള്ളോട് ചാടി നിൽക്കുന്ന പോലെ ചാടി നിൽക്കുവാണ് ലൈനിൽ. ഞാൻ പോകുന്നത് ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് കേട്ടോ. നമ്മുടെ റോയൽ ജോർദാനിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലൈറ്റിൽ കയറുന്നത്. ഇതാണ് ചെക്കിങ്ങിൻ്റെ തിരക്ക് ഉണ്ടോ. എല്ലാം ഉംറ ടീമാണ് ഇവിടെ നമുക്ക് നിൽക്കുന്നത്. എമിഗ്രേഷനിലെല്ലാം കഴിഞ്ഞു. ഞാനിതാണ്ട് നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ജോർദാൻ്റെ ഒരു കുഞ്ഞ് വിമാനം കിടക്കുവാണ് കേട്ടോ, റോയൽ ജോർദാനിയൻ. പിന്നെ തൊട്ടപ്പുറത്ത് നല്ലൊരു സൗദിയ ഫ്ലൈറ്റാണ്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി, ബോർഡിംഗ് ഗേറ്റ് കഴിഞ്ഞു. ഞാനിനി ഫ്ലൈറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനൊന്നുകൂടെ നമ്മുടെ എയർ ജോർദാനിയൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ എയർ ജോർദാന്. അതുകൊണ്ട് അവിടെ സൗദിയുടെ എയർലൈനാണ് കേട്ടോ കൂടുതൽ കിടക്കുന്നത്. നമ്മുടെ സൗദിയുടെ എയർലൈനാണ്. അപ്പോൾ ഇനി ഞാൻ താഴോട്ട് പോട്ടെ. ഈ ഒരു ഫ്ലൈറ്റിൽ മാത്രം ഞാൻ കണ്ടത് നമ്മൾ കയറുമ്പോൾ എക്കണോമിക് ഇങ്ങോട്ടും നമ്മുടെ എന്താ പറയുക ബിസിനസ് ക്ലാസ്സിന് ഈ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. രണ്ടും കൂടെ ഒരു ഡിവൈഡ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. സാധാരണ പോലെ ബിസിനസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം എൻ്റെ ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ജേണി അമ്മാനിലോട്ട് നമ്മുടെ ക്യാപിറ്റലിലോട്ടാണ്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. ഉംറയുടെ ആൾക്കാരാണ് കൂടുതലും. ഞാനങ്ങനെ ജോർദാനിലെത്തി. എന്തൊരു ഉറക്കമായിരുന്നു, ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. ഉറങ്ങി ആസ് ഒരു പാസഞ്ചർ ആട്ടോ കേട്ടോ എന്നെ വിളിച്ച് എണീപ്പിച്ച് വിട്ടത്. എനിക്ക് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. അതിന് 1 മണിക്കൂർ എന്തേ ഉള്ളൂ. അതിനുള്ളിൽ എനിക്ക് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് കയറണം. ഞാനങ്ങനെ ഫൈനലി ഈ കാണുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് റോബോട്ടിക് എന്താ പറയുക ക്ലീനിങ് മെഷീനാണ് കേട്ടോ. ഞാനങ്ങനെ അടുത്ത ഡിപ്പാർച്ചർ ഗേറ്റിലോട്ട് പോവുകയാണ്. എൻ്റെ അമ്മാൻ എയർപോർട്ടിൽ മോസ്കോ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഞാൻ പോകുന്നു. അത്യാവശ്യം നല്ല വലിയൊരു എയർപോർട്ട് കേട്ടോ. ഞാൻ ഈ എയർപോർട്ടിൽ ആദ്യമായിട്ടാണോ വരുന്നതല്ല, ആദ്യമായിട്ടല്ല കേട്ടോ, 2ാമതായിട്ടാണ് ഞാൻ ഈ ഒരു എയർപോർട്ടിലോട്ട് വരുന്നത്. എയർപോർട്ട് കണ്ട് ബോറടിച്ചു കേട്ടോ. ഇതാ ഇവിടെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ, പിന്നെ കുറച്ച് ഭക്ഷണശാലകൾ, ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. എൻ്റെ മോസ്കോ ഫ്ലൈറ്റ് ആക്കാവുന്നതാണ് കേട്ടോ. 10:50 226 ബോർഡിംഗ് ഗേറ്റ്. വീണ്ടും എൻ്റെ അടുത്ത വിമാനത്തിലോട്ട് കയറിയിട്ടുണ്ട്. കുറേ ദിവസം കേട്ടോ, ഇത് കുറേ ആയി വിമാനം കയറി ഞാൻ മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫുൾ എൻ്റെ ഇപ്പോൾ ട്രാവൽ മാത്രമാണ് കേട്ടോ, ഇങ്ങനെ ട്രാൻസ്പോർട്ടിലും എല്ലാം. ഇത് വെറും ഷിറ്റി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, എയർലൈനാണെന്ന് തോന്നുന്നു. ആക്ച്വലി ജോർദാൻ എയർവേസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു സ്ക്രീൻ പോലും ഇല്ല കേട്ടോ. 5 മണിക്കൂർ ഇരിക്കണം.
മറ്റേതിലാണെങ്കിൽ സ്ക്രീന് വർക്കാവുന്നില്ലായിരുന്നു. വേറൊരു കോമഡി, മറ്റേ ഫ്ലൈറ്റിൽ വന്നപ്പോൾ ഇവർക്ക് ഇതെന്താ പറയുക, നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനും കാണാതിരിക്കാനും ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, അത് വെച്ചാക്കാം. പക്ഷേ ഇത് ബട്ടൺ സ്റ്റക്കായി കിടക്കുന്നതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ കാണാതിരിക്കാനുള്ള മാത്രമായിട്ട് ഡിഫോൾട്ടായി കിടക്കുവാണ്. പിന്നെ വേറൊരു കാര്യം, മറ്റേ ഫ്ലൈറ്റിലേ ഞാൻ ബോർഡ് ചെയ്തിട്ട് ഉടനെ കിടന്നുറങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു എണീറ്റ് കേട്ടോ. എണീറ്റപ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഫ്ലൈറ്റ് നമ്മൾ ആകാശത്താണോ അതോ ഇനി ഫ്ലൈറ്റ് എടുത്തില്ലേന്ന് കേട്ടോ. ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് ഇപ്പോഴും പുറത്താണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, പേടിച്ചു കേട്ടോ. കുറേ ലേറ്റായി. പിന്നെ കുറേ കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ടർബുലൻസ് വന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എയറിലാണെന്ന് കേട്ടോ. ആകാശത്താണോ പുറത്താണോ എന്ന് അത് കാണാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ലായിരുന്നു കേട്ടോ. قم بقراءة التعليمات الموجودة على الملصق المجاور. അങ്ങനെ ഫൈനലി നമ്മുടെ മോസ്കോയിൽ എത്താറായിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെയാണ് പറക്കുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. എന്റെ കയ്യിൽ തണുപ്പിനുള്ള ഡ്രസ്സൊന്നുമില്ല. ഞാനങ്ങനെ വിമാനത്തിൽ നിന്ന് ഇറങ്ങി. നല്ല തണുപ്പ് കേട്ടോ. അയ്യോ, നല്ല തണുപ്പുണ്ട്. എൻ്റെ അടുത്ത് ജാക്കറ്റും ഒന്നുമില്ല. ഞാൻ ബാഗിൽ ഇരുന്ന ഇനി ഒരു ജാക്കറ്റ് എടുക്കണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഇന്നേഴ്സോ ഒന്നുമില്ല. ഞാനിനി നമ്മുടെ പാസ്പോർട്ട് കൺട്രോളിലോട്ട് നടന്നു പോവുകയാണ്. ഞാൻ ഓടുവാണ് കേട്ടോ. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചൈനീസ് സുഹൃത്ത് വരുന്നുണ്ട്. അതാരാണെന്നൊക്കെ പറയാം, നിങ്ങൾക്ക് അറിയായിരിക്കും. റീസെൻ്റ്ലി നിങ്ങൾ കണ്ട ഒരു ചൈനീസ് സുഹൃത്താണ്. അയ്യോ, സിബിട്ടില്ല കേട്ടോ, മറന്നുപോയി. റീസെൻ്റ്ലി നിങ്ങൾ എൻ്റെ ഒരു യാത്രാ വീഡിയോയിൽ കണ്ട ചൈനീസ് സുഹൃത്താണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. ഫൈനലി ഞാൻ റഷ്യയുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഈ വിസ ഓൾറെഡി എടുത്തായിരുന്നു. ഈ വിസ 4 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന പരിപാടിയാണ്. ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എമിഗ്രേഷനിൽ വന്നപ്പോൾ ഇവിടെ ഫ്ലൈറ്റ് ഇറക്കിയ കുറേ ആൾക്കാർ, അതായത് ഫോറിൻ സിറ്റിസൺ എല്ലാം പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവർ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. മണിക്കൂറുകളായിട്ട് പല ആളുകളും മണിക്കൂറുകളായിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ മണിക്കൂറുകളായിട്ട് നിന്ന ഒരു മലയാളി ചേട്ടനെ ഞാനും കണ്ടു. ചേട്ടൻ വെക്കേഷന് വേണ്ടി ദമാമിന്ന് വന്നതാണ്. ഹായ് ചേട്ടാ, പേര് പറയും. സൂരജ്. ചേട്ടയുടെ സ്ഥലം എറണാകുളം. എന്തുണ്ട്, റഷ്യയിൽ അടിച്ചു പൊളിക്കാൻ വന്നതാണോ? 10 ദിവസത്തേക്ക് വെക്കേഷൻ. 10 തണുപ്പിനുള്ള ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ഒന്നുമില്ല കേട്ടോ. ഞാൻ വളരെ പെട്ടെന്നായിരുന്നു. ആഫ്രിക്കയിൽ നിന്നപ്പം അവിടെ തണുപ്പില്ലല്ലോ. എൻ്റെ തണുപ്പിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ നാട്ടിൽ അയച്ചു. പിന്നെ ആകെയുള്ള ഒരു ജാക്കറ്റുണ്ട്. അപ്പോൾ അത് വെച്ചൊന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും സൂരജ് ചേട്ടാ അടിച്ചു പൊളിക്കുക കേട്ടോ. ഓക്കെ. സൂരജ് ചേട്ടൻ 1 മണിക്കൂർ കൊണ്ട് അവിടെ ചെക്കിങ്ങിന് അവരുടെ പാസ്പോർട്ട് കൊടുത്തിട്ടിരിക്കുമായിരുന്നു. ഞാൻ വന്നൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും കൊടുത്തു. പിന്നെ 2 പാസ്പോർട്ട് ഒരുമിച്ചാണ് കേട്ടോ വന്നത്. മാഹിൻ ഷാനും സൂരജ് എന്നും പറഞ്ഞ് 2 പാസ്പോർട്ട് ഒരുമിച്ച് കൊണ്ടുവന്നു. പിന്നെ എമിഗ്രേഷനിൽ പോയി. എമിഗ്രേഷനിലുള്ള ഒരു ചേച്ചിയായിരുന്നു. നല്ല വർത്തമാനമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് മുടിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ലാസ്റ്റ് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ചു. ഇനി ബാഗേജ് കൗണ്ടറിലോട്ട് വന്നതാണ്. നമ്മുടെ അമ്മാൻ്റെ ഇത് വന്നപ്പോൾ തന്നെ എൻ്റെ ബാഗ് കേട്ടോ. വന്നപ്പോൾ തന്നെ എൻ്റെ ബാഗ്. എനിക്കിന്ന് എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ. കാരണം ബാക്കി അവിടെ ഉള്ള ഇന്ത്യക്കാരും അവരൊക്കെ 1 മണിക്കൂറൊക്കെ നിൽക്കുമായിരുന്നു. ചേട്ടൻ 1 മണിക്കൂർ അല്ലേ? മാഹിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്റെ പാസ്പോർട്ട് വന്നു. 1 മണിക്കൂറായി നിൽക്കുന്നു. മാഹിനെ കണ്ട് അതാണ് മറ്റേ ഇതും അറിയില്ല, ശനിയോ അത് എന്താ പറയുന്നത്, ലക്കി, ഭാഗ്യം. അപ്പൊ എന്റെ ഭാഗ്യം ഞാൻ എടുത്തപ്പം ബാഗേജിന്റെ ഇതും തീർന്നു കേട്ടോ, നിന്നുപോയി. What happened? There was a checking, you know. Checking, yeah. Yeah. Sorry, check it. Yeah. അങ്ങനെ എൻ്റെ എമിക്കുട്ടിയാണ് എന്നെ വിളിക്കാമെന്ന. എമി, ഹലോ, നിഹാവോ. അപ്പോൾ നമ്മൾ അംഗം തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോകുന്നത്. എമിയുടെ ഇംഗ്ലീഷ് ഭയങ്കര പാടാണ് കേട്ടോ, ഭയങ്കര ബ്രോക്കണാണ്. എന്തൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ, അറ്റ്ലീസ്റ്റ് എത്തിയല്ലോ. നമ്മുടെ മമ്മായെ വിളിക്കുകയാണ് കേട്ടോ. ലൈറ്റ്. അങ്ങനെ അവസാനം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പോവാണ്. എനിക്ക് ചുമയുണ്ട്, അതിനോടൊപ്പം തന്നെ അവൾക്കും നല്ല ചുമ ഉണ്ട് കേട്ടോ. രണ്ടുപേരും ചുമച്ച്
സൂര്യചേട്ടാ എവിടെയെങ്കിലും വെച്ച് കാണാം കേട്ടോ. ഓക്കെ. സൂര്യചേട്ടൻ ഒരു 10 ദിവസം ഇവിടെ കാണും. വെക്കേഷന് വേണ്ടി വന്നതാണ്. നമ്മൾ ഇനി ബോർഡിംഗ് പോയിന്റ്. അല്ലാ, ഇനി പുറത്ത് തണുപ്പാണ് കേട്ടോ. എൻ്റെ അമ്മോ തണുപ്പ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ് കേട്ടോ. അങ്ങനെ നമ്മള് ഈ വണ്ടിയിൽ പോകുന്നു. പുള്ളി എന്തൊക്കെയാ പറയുന്നുണ്ട് അവിടെ. അവള് വി ഹാവ് നോ സ്പീക്ക് റഷ്യൻ. Доступ Wi-Fi я включил. Вы можете свой телефон смело. പുള്ളിക്കാരൻ ഇന്റർനെറ്റ് വേണോന്ന് ചോദിക്കുവാണ്. നമുക്ക് ആർക്കെങ്കിലും Turn on Wi-Fi access, you can safely use your phone. കണ്ടില്ലേ, ഞാൻ ഉദ്ദേശിച്ച് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ സ്പാസിബ കണ്ടില്ലേ, ഞാൻ ഗസ് ചെയ്ത കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കാരൻ എന്താണ്ട് മുട്ടായി തരുന്നു. എൻ്റെ അമ്മോ, സ്പാസിബ. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു റഷ്യക്കാരനല്ലാന്ന് തോന്നുന്നു കേട്ടോ. യു തജിക്കി റുസി കിർഗീസി. ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ കിർഗിസ്ഥാനാണ്, റഷ്യക്കാരനല്ല. ഇങ്ങനെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടാലും പിന്നെ പുള്ളിക്കാരൻ്റെ മുഖം കണ്ടാലും അറിയാം റഷ്യക്കാരനല്ല എന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ വൈഫൈ ഓൺ ആക്കിയിട്ടിട്ട് നമ്മളെ അടുത്ത് പറയാം വൈഫൈ കണക്ട് ചെയ്യ് ദോസ് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനൊക്കെ കേട്ടോ. എൻ്റെ രണ്ടാമത്തെ മോസ്കോ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മോസ്കോയിലൂടെ ഇങ്ങനെ പോവാണ്. നല്ല രസമുണ്ട് കേട്ടോ മോസ്കോ കാണാൻ. മോസ്കോയിൽ ഞാൻ ആദ്യം വന്നപ്പോൾ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തോളൂ. ഇപ്രാവശ്യം എൻ്റെ മോസ്കോയിലെ സുഹൃത്ത് നെയ്ലിയെ കാണാൻ പറ്റൂല കേട്ടോ. നെയ്ലി ആക്ച്വലി സൗദിയിലാണ്. നെയ്ലി നിങ്ങൾക്ക് അറിയാം. അതായത് നെയ്ലി എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഞാൻ മോസ്കോയിൽ വന്നപ്പോൾ കാണിച്ചു തന്ന ഒരു 50 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റൂല. എനിക്ക് ചിലപ്പോൾ 25 വയസ്സായിട്ടുള്ള എൻ്റെ പ്രായമുള്ള ഒരു ഗേളായിട്ടേ എനിക്ക് തോന്നുള്ളൂ കേട്ടോ. അങ്ങനത്തെ വൈബാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി കുറേ ട്രാവൽ ചെയ്തതാണ്, കുറേ വർഷമായിട്ട് ട്രാവൽ ചെയ്തതാണ്. എനിക്ക് കുറേ നാളായിട്ട് അറിയാം. അപ്പോൾ പുള്ളിക്കാരി അമ്മയുടെ ഫാനൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ അമൃതാനമ്മയുടെ അമ്മയുടെ ഫാനൊക്കെ ആയിരുന്നു. നമ്മുടെ കേരളത്തിലൊന്ന് കുറേ നാൾ പ്രാക്ടീസ് ചെയ്തു. പിന്നെ പെട്ടെന്ന് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു 3 മാസം മുന്നേ എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് വന്നു, മാഹിൻ ഞാൻ സൗദിയിലുണ്ടെന്നു. പിന്നെ അത് എൻ്റെ വീണ്ടും ഒരാഴ്ച എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നു, മാഹിൻ ഞാൻ മുസ്ലിമായെന്ന്. അങ്ങനെ പുള്ളിക്കാരി ഇസ്ലാം മതം സ്വീകരിച്ചു. ആദ്യം പുള്ളിക്കാരി ഹിന്ദുയിസം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇനി അപ്പം നമുക്ക് ക്രിസ്തു മതവും ജൂതമതവും സ്വീകരിക്കുന്നത് എപ്പോഴാണെന്ന് വരെ കാത്തിരിക്കേണ്ടി വരും. പിന്നെ വെറുതെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളെ കാണണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഉംറ ചെയ്യാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു സൗദിയിൽ. പിന്നെ അവൾ ഈത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി 10 ദിവസം ഓൺലൈൻ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് പോയി. പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നീട് സമയം കിട്ടിയില്ല. ഞാൻ ഒരു ദിവസം കൊണ്ട് സൗദി അവിടെ നിന്ന് മക്കയിൽ നിന്ന് പോയല്ലോ. അപ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു പൊളിക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ഞാനൊരു ഫാമിലിയാണ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ രണ്ടാമത് എൻ്റെ വേറൊരു സുഹൃത്താണ്, ഞാൻ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ആക്ച്വലി ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ മറ്റേ ലുക്കിംഗ് ഫോർ എന്താ പറയുക ഇന്ത്യൻ ഗേ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് വൈറലായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും പോയി സർപ്രൈസ് ചെയ്യാൻ പോവാം. ഓക്കെ, സ്പാസിബ ചേട്ടാ, കാണാം കേട്ടോ. ടാറ്റാ, ബൈ. പൊളിക്കാട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. ഞാൻ വീട്ടിൻ്റെ മുന്നിൽ വന്നിരിക്കുവാണ്. എങ്ങനെ സർപ്രൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവളെ നീ ഒന്ന് ഹോസ്റ്റ് ചെയ്യ്, അവളൊന്ന് കറക്കി കാണിയില്ല, അവൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ വേറൊരു വാട്സപ്പ് തുടങ്ങിയിട്ട് ആ ചൈനക്കാരി എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഇതാണ്ട് അവിടെ നമ്മുടെ എമിയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പം വരും കേട്ടോ. ഞാനപ്പോൾ അവൾ കഥ പറഞ്ഞില്ലേ കൂടെ ഇറങ്ങുമ്പോൾ ഞാൻ പുറകിലൂടെ പോയി സർപ്രൈസ് എടുക്കും. നെഞ്ചിടിക്കുന്നുണ്ട് കേട്ടോ. സർപ്രൈസ് പോലെ ഞാൻ പാടാം. Hello. Cool, what are you doing here? How are you? Fine. Cool. Nice surprise. Yeah. I came to surprise you. Yeah. What? I came to surprise you. Cool. You feel you are not surprised? No. I just I don't know. It's like I've seen you like recently, like in October. No, I'm really happy to see you. You know, here now. I'm really happy to see you. It's not an easy.
I was thinking who took a picture of her because it's like maybe നമ്മളങ്ങനെ വീട്ടിലോട്ട് വന്നു. അവളുടെ ഹസ്ബൻഡ് സർപ്രൈസ് ആവാൻ നോക്കട്ടെ. she dressed up. I don't think she She doesn't remember me. Do you know me? How are you? I just came to surprise. Yeah, actually, I was thinking that there could be some joke. Is it? Yes, just deeply in mind. Okay. Okay. It's my friend. Hello. Can come. Okay. And in Kerala, we cannot get admission, in the universities. Yeah, but here it's also for free. Here? Yeah. For the Russian people? Yeah, we don't pay. Yeah. ഞാൻ ആഫ്രിക്കയിൽ നിന്ന് അവളുടെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി 2 ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അവളുടെ കയ്യിൽ സോണാ പാപ്പടിയൊക്കെ ഉണ്ട് കേട്ടോ. For you. Лера, скажи спасибо. Spasiba. Ali, from Mali to Burkina to Ghana, then Togo, Benin, Nigeria. Yeah, in Mali I will send you that you have to take a boat to that in desert, that city, in desert. 3 days, yeah. I took the 3 days boat. It's like super adventurous, yeah. I was so happy, I did that, But why you didn't cover Bhutan? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയും കുടിച്ച് കുറേ ഭക്ഷണമൊക്കെ കഴിച്ചേട്ടോ. നമ്മളിനി അടുത്തൊരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത്രയും നേരം അവിടെ നിന്ന് കുറേ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഇന്ന് അവിടെ ചെയ്യാനുള്ള പ്ലാനായിരുന്നു, പക്ഷേ ഞാൻ ഇന്നിപ്പം വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ഞാൻ നമ്മുടെ എമിയെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അടുത്ത സർപ്രൈസിന് വേണ്ടി. നമ്മുടെ ദിനാറ ഇതുവഴിയാണ് കേട്ടോ ഇറങ്ങി വരാനുള്ള പ്ലാനിന് എങ്ങനെയെങ്കിലും മെട്രോയുടെ പുറത്ത് എത്തിക്കുകയാണ്. You saw me? I thought you were coming from this way. Meet my friend. Hi, my name is Amy. Nice to meet you. Oh, that's so bad, Why are you going there? I just came to meet you. Good try. No, you really thought that I'm here? When you texted me that I should meet your friend, from that time I had an idea that you're coming, yes. But now today, she called you. Yeah, but I've called you and you replied right. Is it? What? It's okay. No. No worries. Ooh. It's okay. Ah. Good try. Don't cry. Yeah, where are we going? What's the plan? I'm super sad. Why? You're here. You're happy. To WhatsApp, I just... No, it's okay. It's okay. അങ്ങനെ ഫൈനലി ഞാൻ അവൾക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് സർപ്രൈസ് പൂർണ്ണമായില്ല. അതിലൊരു അബദ്ധം പറ്റിയാട്ടോ എനിക്ക്. അങ്ങനെ ഞാനിപ്പോൾ ട്രെയിൻ എടുത്ത് സബ് എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ സൗണ്ട് ആയതുകൊണ്ടൊന്നും കേൾക്കാൻ വയ്യ കേട്ടോ. ഓക്കെ, ഞാൻ സബ് എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ഇതാണ് കേട്ടോ സൊക്കോ. ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് CS ആണ്. SOKON എന്തോ അങ്ങനെയാണ്. ഇവിടെ Hi, namaste. നമസ്തേ. ഹൗ ആർ യു? I'm good. Say you Bahut acha. बहुत अच्छा. गाना सुना दो. गाना सुना दो. What Ghana? कोई भी गाना सुना दो. No comments. No comments. Okay. അങ്ങനെ നമ്മുടെ ദിനാരയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. So happy to meet you again. Happy to meet you too. Sound train. ഇത് ഒന്നും കേട്ടൂടാ കേട്ടോ. നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സബ്വേ. നമ്മുടെ 3ാമത്തെ തവണയാണ് കേട്ടോ. ചലോ നമ്മുടെ 3ാമത്തെ തവണയാണ്. ആദ്യം നമ്മൾ മോസ്കോയിൽ ഒരുമിച്ചുണ്ടായിരുന്നു, പിന്നീട് നമ്മൾ ദുബായിൽ ഒരുമിച്ചുണ്ടായിരുന്നു, പിന്നീട് വീണ്ടും ഞാൻ മോസ്കോയിൽ നമ്മൾ ഒരുമിച്ചു. അടുത്ത നെക്സ്റ്റ് തവണ വീണ്ടും ദുബായിൽ വരാം. നല്ല കളർ ലൈറ്റൊക്കെ ഇട്ട്. റഷ്യയിൽ വന്നപ്പോൾ കുറേ ആൾക്ക് ശേഷം എന്തോ ആദ്യം 2ാമത്തെ തവണ
രണ്ടാമത്തെ തവണയാണ് ഞാനിപ്പോൾ ട്രെയിൻ എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ഞാൻ നമ്മുടെ എമിയുടെ ഇവിടുന്ന് ഒരു ഓവർനൈറ്റ് ട്രെയിൻ ഉണ്ട് കേട്ടോ. നാളെ രാവിലെ ഇനി അടുത്ത സ്ഥലത്തെത്തുള്ളൂ. അപ്പം അങ്ങോട്ട് പോവാം. നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ വന്നിട്ട് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഏതാണ്ട് അവിടെ കിടക്കുവാണ്. ഇവിടെ ഏതാണ്ട് ചായ, അയ്യോ കൊള്ളാലോ, കളർഫുൾ ചായകൾ. ഞാനൊരു ചായയും വാങ്ങിച്ചിട്ടുണ്ട്, ഇതും വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം വില ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു ചീസ് കേക്ക് ചൂടുവെള്ളത്തിൽ ഇതാണ് കേട്ടോ തന്നതാ. ഞാൻ നമ്മുടെ ദിനാരയ്ക്ക് ഡേറ്റ്സും ഇതും കൊണ്ടുവന്നു കേട്ടോ. ഡേറ്റ്സും പിന്നെ ഏതാണ്ട് ഈ സാധനം ഇതിനെ സൗദിയിൽ നിന്നാണ് കേട്ടോ. സൗദിയിൽ നിന്നാണ്ട്. യു ലൈക്ക് ദിസ് വൺ? Obviously. Thank you so much for the gift. ഞാൻ ആക്ച്വലി മറ്റേ അവിടെ കുറേ സാധനം, മറ്റേ അവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ 2 പുസ്തകം അവളുടെ മോൾക്ക്, പിന്നെ ഈ സാധനങ്ങൾ, പിന്നെ വേറെന്താ എന്തൊക്കെയോ അവിടെ കൊണ്ടുപോയി കേട്ടോ. അവിടെ ഞാൻ കുറേ നാളായിട്ട് ഇവളെപ്പോഴും കാണാൻ പറ്റില്ല കേട്ടോ. ഇവള് ചിലപ്പോൾ ഇന്ത്യയിലൊക്കെ വെറുതെ പോകും. ഇന്ത്യയിൽ 8 പ്രാവശ്യം എന്തോ പോയിട്ടുണ്ട്. റഷ്യയിൽ തണുപ്പെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ഇതാ എല്ലാവരും ഡ്രസ്സ് വരുന്നു, ചൂട്. അരയാർ റഷ്യയിൽ ഇത് ചൂട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം കേട്ടോ. അതായത് ഇവളാണെങ്കിൽ ആക്ച്വലി ഞാനിപ്പം അവള് മനസ്സിലാക്കാതെ പറയുവാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. അതായത് അവളെ നിങ്ങൾക്ക് പലർക്കും അറിയാം. അവൾ ഇന്ത്യയിൽ ഫേമസ് ആണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾ കൂടിയാണ് അവൾ ഇന്ത്യയിൽ. According to ChatGPT, Kerala guys are the most handsome one. ഇവള് നിങ്ങളൊരു വീഡിയോ ഉണ്ടോ? അക്കോർഡിംഗ് ടു ChatGPT കേരള ബോയ്സ് ആണ് ഹാൻഡ്സം എന്നുള്ള ഒരു വീഡിയോ ചെയ്തു. അത് കുറേ മില്യൺ കയറി. അപ്പോൾ അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവള്. പിന്നെ ഇന്ത്യൻ ഹസ്ബൻഡിനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൾ ആക്ച്വലി മതം വെച്ച് പറയുവാണെങ്കിൽ എൻ്റെ മതമാണ്. എൻ്റെ മതം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവള് എൻ്റെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ആ മതം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മതമാണ്. പക്ഷേ ഇവള് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലൊക്കെ ഇറങ്ങി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇവള് അത് പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? ഇവള് അതായത് ആ ഒരു മതത്തിൽപ്പെട്ട ആളെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഉത്തരേന്ത്യയുടെ അവസ്ഥ അറിയാമല്ലോ. അത് ഇവള് എൻ്റെ അടുത്ത് പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി പാവം തോന്നി, എന്ത് അവസ്ഥയല്ലേ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. മതം പറഞ്ഞു പോലും Welcome back, Habibi. Welcome. അങ്ങനെ നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുവാണ്. ഞാൻ ട്രെയിനിൽ കയറിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. വേറെ കൂടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഒരാൾ ഇവിടെ, 2 ആൾ. ഞാൻ അവരെ വഴിയെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഈ കാണുന്നത് റൂമുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഇവിടെ നമ്മൾ സ്വീകരിക്കാനായിട്ട് റെയിൽവേ അധികാരികളുണ്ട്. ഇവിടെ 2ാമത്തെ ഇതാണ് കേട്ടോ കമ്പാർട്ട്മെൻറ്റ്. നമ്മളങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. ഓക്കെ, സ്പസിബ. ഫൈനലി നമ്മളങ്ങനെ I hope you're not killing me. വാവ്, നമ്മളങ്ങനെ കൊള്ളാലോ. ഇതിന് 6,000 ഇന്ത്യൻ രൂപ ഉണ്ട് കേട്ടോ ഈ ഒരു ടിക്കറ്റിന്. റൂമാണ് കേട്ടോ. അതാ നമ്മളത് 9, 12 കറാശോ. ഇതാണ് കേട്ടോ നമ്മളത്. നമ്മളങ്ങനെ ട്രെയിനിന്റെ ഉള്ളിലോട്ട് കയറുവാണ്. എന്താ ഇത് കൊള്ളാലോ. എൻ്റെ അമ്മോ, ഇതാണ് കേട്ടോ. 34, 36 ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ്. വെൽക്കം. I think I can. You sing what? You sing? I think I can. Oh no. Oh, I can't. Oh, really? Go back, get back. Oh no. Oh no. നമുക്ക് ബാഗ് വയ്ക്കാനുള്ള സ്ഥലം ആ ഒരു ഭാഗത്ത് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ഇടാനുള്ള സ്വിച്ച്, ലൈറ്റ് അണയ്ക്കാനുള്ള സ്വിച്ച്, പിന്നെ എന്തൊക്കെയോ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നമുക്ക് എന്തോ ഒരു സാധനം തന്നിട്ടുണ്ട്.
കൊള്ളാലോ. ആക്ച്വലി അത്യാവശ്യം നല്ല ഇതോട്ടോ. പില്ലോ, പിന്നെ അവിടെ നമുക്ക് ബാഗ് വയ്ക്കാം. ഇത് അടച്ചു വയ്ക്കാനുള്ള സംഭവങ്ങളുണ്ട്. കണ്ടില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ അവിടെ ഈ ഒരു സാധനം ഹാങ്ങർ സംഭവങ്ങൾ കൊള്ളാം കേട്ടോ, നല്ലൊരിത്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നു. ഈ കാണുന്നത് ഇതെന്താ? ഓ, ഇവിടെ കണ്ടില്ലേ, ഇവിടെയും എന്തൊക്കെയോ ഡോറും. ഇതാ അവിടെ ലൈറ്റ്, ഇത് ലൈറ്റാണ് കേട്ടോ. ഇതാ ലൈറ്റ്. പിന്നെ ഇവിടെ മെത്ത നമുക്ക് താക്കാം. കൊള്ളാം കേട്ടോ. ഇനി ഇത് നമുക്ക് പൊക്കാൻ പറ്റൂലേ? ഇത് പൊക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ കിടക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ, കൺജസ്റ്റഡ് ആയിരിക്കും. You not coming with us? Coming. Come, let's go. Don't go. Let's go. Bye. Let's go. Don't go. Are yaar. What? Just out here. Enjoy. You don't want to leave? രണ്ടും ഒരു അരമണിക്കൂറിൽ അടുത്തായ കേട്ടോ. മാറ്. No, this is my friend. Go. This is my friend. No. Bye. See you. Have a good. Bye. You going right? Bye. Oh my bag. And my. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോ ഇവിടെ കണ്ടില്ലേ, കുറെ സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ടുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ്, എന്തൊക്കെയാ, ബുക്കുകള്, ഇത് കുറെ സാധനങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങാൻ കഴിയും. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് വെള്ളം എടുക്കാനും ഇതൊക്കെയാണ്. വീഡിയോ അപ്പൊ നമ്മുടെ ട്രെയിൻ ഇനി എടുക്കും കേട്ടോ. ഇപ്പം തന്നെ ഇതുപോലത്തെ ഇതാണ്, കമ്പാർട്ട്മെന്റ് ആണ്, നല്ല രസമുണ്ട്. ഹലോ. എല്ലായിടത്തും കണ്ടില്ലേ, നമുക്ക് എഴുത്തും അതിനുള്ള കുറെ ബോർഡുകൾ. പിന്നെ ഇവിടെ നമുക്കൊരു ജനല്, പിന്നെ അവിടെ നമ്മുടെ ഡിഗ്രി സെൽഷ്യസ്, ടൈം എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നമുക്ക് ഭക്ഷണം വരെ അവർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെന്തെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആക്കിയിട്ട് മുകളിൽ കയറാനാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പിന്നെ ഒരു എമർജൻസി എക്സിറ്റ് എന്തൊക്കെയാണ് കേട്ടോ, എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ ഭക്ഷണവും നമുക്ക് എന്തൊക്കെയാണ് അവർ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാഷ്റൂം ഞാൻ കാണിച്ചു തരാം. 2 വാഷ്റൂം ഉണ്ട്, അത് ഓക്കുപ്പൈഡ് ആയതുകൊണ്ടാണ്. ഇവിടെ ഷവറൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു വാഷ്റൂം, ഇവിടെ വാഷ്റൂം, പിന്നെ നമുക്ക് സംഭവങ്ങൾ കാര്യങ്ങൾ, ഒരു വാഷ് ബേസിന്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒരു ഷവർ ഏരിയ ആണ്. ഇതാ എൻ്റെ അമ്മോ, നല്ലൊരു ഷവർ ഏരിയ വരെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ടില്ലേ, വാഷ്റൂമിൻ്റെ അടുത്ത് ഒരു ഷവർ ഏരിയയും കൂടെ അവർ മനോഹരമാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. 6000 രൂപയ്ക്ക് വാല്യൂ ഉണ്ട് കേട്ടോ. No. It's for you. No. It's for you. No. What's this? For you. I bought it for you. Really? You don't like it? Yeah. Oh no. It's pants. Yeah. I think maybe it's No. scarf. Oh really? I like it. Wow. Really? Oh, thank you. I really like this. It's for us. Both of us. Really? Wow. Whoa. From Dubai? From Saudi. Saudi. Yeah. I don't know. Close your eyes. Close. Give me your hand. Close. Wow. I really like this. It's from Africa. From Africa. Where? Africa. Oh, Africa. Yeah. Yeah, I really like this. Oh my eyes. Where's my teeth? Oh, you know. What's your problem? ഞാൻ നേരത്തെ നമ്മുടെ ദിനാരയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ അവള് പറയണം അവൾക്കൊന്നും കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടി ഓൾറെഡി വാങ്ങിച്ചു കേട്ടോ, ഒരു പാന്റ് വാങ്ങിച്ചായിരുന്നു. അവൾ ഇങ്ങനത്തെ പാന്റ് ഇടും കേട്ടോ. അപ്പൊ അവൾക്ക് സന്തോഷമായി. പിന്നെ അവൾക്ക് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു വെച്ചിരുന്നു.
ваши две верхние полки. What is this? Тапочки. Табачки? Да. Тапочки. Сменная обувь. Oh, okay. 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 No, it's okay. I wear this. Да. Yeah. Тапочки. Табочки. Тапочки. Табочки. Да. Табочки. Называется домашняя обувь. Тапочки, да. Так, значит, где-то так, я убираю вот это вот. Это я убираю сюда. Так, начинается, дети. Oh. Да, зубная щетка. Так, ваше белье. This? Белье застелено. У вас, понятно, да? Спите там. Значит, на столе у вас две коробочки. This? Да. Our? Да. Here no. Это нет. Okay. Это ваше. Okay. У вас ужин. Ужин, да. Кушать. Кушать будете. Oh, good. Нет, не спать. Да. Да. Okay. Это. Yeah, okay. И еще горячее. Горячее. Принесут вам с ресторана. Сейчас, парень. Значит, будет у вас рис. Значит, рис с рыбой. Или рис со свининой. Понятно, да? Понятно. Все? Окей? Okay. Окей? Спасибо. Ух ты, спасибо. Значит, завтра я вас разбужу. Ну, подъем. Подъем будет в 7:30 утра. Ну, да? Значит, вы будете спать, и я вас подыму. Okay. Значит, туалет-рум, две, с вашей стороны. Все? Спасибо. Меня зовут Ира. Меня зовут Оксана. Да, ну, Оксана. начальник. Начальник. Она начальник, а я проводник. Проводник. Ира. 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 Махин. Зей. Тише. Люди отдыхают, окей. поэтому потише. окей. Хорошо? Okay. Все. Отдыхайте. Хорошо. Молодцы. Спасибо. എന്തൊക്കെയോ വന്ന് അവര് പറഞ്ഞു കേട്ടോ നല്ല ആൾക്കാര് കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ ഏയ് ഇതുവരെ ഉണ്ട് കേട്ടോ നമുക്ക് ബ്രഷിന്റെ ഇത് ഷൂസ് കയറ്റിയിടാനുള്ള. അങ്ങനെ ഫൈനലി ഞാൻ വാഷ്റൂമിലൊക്കെ പോയി ഇനി കട്ടിൽ കിടക്കാൻ വേണ്ടി പോവാണ്. നിഹാവോ മാ ഗുഡ് നൈറ്റ്. എന്റെ അമ്മ നല്ല രസമുണ്ട് കേട്ടോ കേട്ടില്ലേ പാങ്ങട്ടോ ചുമച്ച് കിടക്കുവാണ് കേട്ടോ. You got sick? Corona virus. COVID. I don't know. അവൾക്ക് കോവിഡ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. കോവിഡ് കൊറോണ. കൊറോണ Yeah. Yeah, corona. Dianyun. What's me? Corona virus. You Wuhan. China, Wuhan. What happened? Oh no! You. No! Wuhan പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി കേട്ടോ. അങ്ങനെ അപ്പം ഇനി കിടക്കാൻ വേണ്ടി പോണു. നോ ചൈന വുഹാൻ. Africa. ഇവിടെയൊക്കെ നമുക്ക് പ്ലഗ് ചുമ്മാ കളിക്കില്ലേ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞല്ലോ.
ഇവിടെ ഞാൻ എടുത്ത് താഴെ ഇടും കേട്ടോ. ഞാൻ മൈ ഗിഫ്റ്റ് ഗീവ് മീ മൈ പാൻറ്. നത്തിങ്. ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ. 10 റിയാലിന് കിട്ടിയപ്പോ വാങ്ങിച്ചതാണ്. Oh, I very like this. You like this? Yeah. Yeah, my gifts are always good. Yeah. Africa. ഇവിടെ വേണ്ട ചാർജ് ചെയ്യാനുള്ള നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ലഗേജ് വെക്കാം. രണ്ട് ഫയർ ഡിറ്റക്ടർ ആണ്. Nice. Good night. Good night. Good night. How you say good night in Chinese? 晚安. Waan. 晚安. Waan. Yeah. 晚安. 晚安。 Night.